എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തില് ശ്രീ ശങ്കരാചാര്യ വിരചിത ഗ്രന്ഥങ്ങളെ കുറിച്ച് ഉള്ള ഒരു പഠന പരിപാടിയാണ് ഇത്. അതിലാദ്യത്തേതാണ് സൗന്ദര്യ ലഹരിയെ കുറിച്ചുള്ള ഈ പഠന പരമ്പര. ഈ പഠന പരമ്പരയുടെ 35ാമത്തെ ഭാഗമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്ക് വേണ്ടി ഈ ക്ലാസ് നമുക്ക് ഇത് പറഞ്ഞു തരുന്നത്, വ്യക്തവും വിശദവുമായ പാഠങ്ങൾ നമുക്കായി പറഞ്ഞു നൽകുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ ജയകൃഷ്ണൻജിയാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നതോടൊപ്പം ഈ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഹൃദയംഗമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര. അജ്ഞാനാന്തർഗഹന പതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാവാച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുജിഭിം വശന്യാദിഭ്യസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹദം ഭംഗിരുജിഭിഃ വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈ. ഓം ഹരിശ്രീ ഗണപതായേ നമഃ. അവിഘ്നമസ്തു. എല്ലാവർക്കും നമസ്കാരം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമായിരിക്കുന്ന സൗന്ദര്യലഹരി, ആ സൗന്ദര്യലഹരിയുടെ 73 ശ്ലോകങ്ങളാണ് നാം ഇന്നുവരെ പഠിക്കുവാനായിട്ടുള്ള ശ്രമം നടത്തിയത്. നാം പറയുകയുണ്ടായി, ആദ്യത്തെ 42 ശ്ലോകങ്ങൾ ആനന്ദലഹരി എന്ന പേരിലും പിന്നീട് സൗന്ദര്യലഹരിയും എന്നാണ് അറിയപ്പെടുന്നത്. ആകെ ഈ കാവ്യത്തെ സൗന്ദര്യലഹരി എന്നാണ് നാം അറിയപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തോളം നമ്മൾ ക്ലാസ്സുകൾ നടന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചൊല്ലി നോക്കേണ്ടതാണ്. ആദ്യം മുതൽ പറ്റുമെന്ന് നോക്കാം. ഇപ്പം ഇന്ന് ഏതായാലും 74ാമത്തെ ക്ലാസ്, 74ാമത്തെ ശ്ലോകം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വഹത്യംബസ്തംബേരമതനുജ കുംഭപ്രകൃതിഭിഃ സ്മരാബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം കുചാഭോഗോ ബിംബാധരരുചിഭിരന്തശബലിതാം പ്രതാപവ്യാമിശ്രാം പുരതമയിതു കീർത്തിമിവതേ. വഹത്യംബസ്തംബേരമതനുജകുംഭപ്രകൃതിഭിഃ. അല്ലയോ അമ്മേ, അമ്പേതാണ് അമ്പ, അമ്മ. വഹത്യംബ എന്താണ് വഹിക്കുന്നതെന്ന് പിന്നീട് നോക്കാം. അമ്പ വഹിക്കുന്നു എന്താണെന്ന് നോക്കാം. വഹത്യംബസ്തംബേരമതനുജകുംഭപ്രകൃതിഭിഃ സ്മരാബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം കുചാഭോഗോ ബിംബാധരരുചിഭിരന്ത ശബലിതാം പ്രതാപവ്യാമിശ്രാം പുരതമയിതു കീർത്തിമിവതേ. അപ്പം കുജാഭോഗോ തേ കുജാഭോഗോ, അല്ലയോ അമ്മേ, അമ്മയുടെ കുജങ്ങളുടെ മധ്യത്തിലായിട്ട് എന്താണ്? സ്തംഭേരമതനുജ കുംഭ പ്രകൃതിഭി, സ്തംഭേരമതനുജ കുംഭ
പ്രകൃതിഭി. അത് സ്തംഭേരമം എന്ന് വെച്ചാൽ സ്തംഭത്തിൽ രമിക്കുന്നത്. എന്താണ് സ്തംഭത്തിൽ രമിക്കുന്നത്? ആന. സ്തംഭത്തിൽ ആണല്ലോ. അപ്പൊ സ്തംഭത്തിൽ രമിക്കുന്ന ഏതോ ഒന്ന് അതിനെ ആന എന്നറിയപ്പെടുന്നു. അപ്പൊ സ്തംഭേരമധനുജൻ, ധനുജൻ ഇതാരാണ് ഇവിടെ? അസുരൻ. അപ്പൊ സ്തംഭേരമധനുജൻ ആരാണ്? ഗജാസുരൻ. അപ്പോ അല്ലയോ അമ്മേ, അമ്മയുടെ ആ കുജാഭോഗങ്ങളില് വഹിക്കുന്ന സ്തംഭേരമധനുജ കുംഭ പ്രകൃതിഭി, അത് എന്താണ്? മുക്താമണിഭിരമലാം ഹാരലതിക. മുക്താമണിഭി എന്ന് പറഞ്ഞാൽ മുത്തുമണികളാൽ. അപ്പോൾ ഗജാസുരന്റെ മസ്തകത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നതായ എന്ത്? മുത്തുമണികളാൽ സ്മരാബ്ധാം. സ്മരാബ്ധാം എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കുന്ന അമലാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അമലാം മുക്താമണിഭിരമലാം ഹാരലതികാം എന്നാണ്. അമലാം ഹാരലതികാം. അമലാം വളരെ നിർമ്മലമായിരിക്കുന്ന ഹാരലതികാം, മുത്തുമാല. അപ്പം എന്താണ്? അല്ലയോ അമ്മേ, അമ്മയുടെ കുജാഭോഗങ്ങൾ, കുജങ്ങൾക്ക് മധ്യത്തിലായിട്ട് ഗജാസുരന്റെ മസ്തകത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ആ മുത്തുമണികളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വളരെ നിർമ്മലമായ ആ മാല. ആ മാല എങ്ങനെ? ബിംബാധര രുചിഭി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്മരാബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാ കുജാഭോഗോ ബിംബാധര രുചിഭിര അന്തശബളിതാം. ബിംബാധരം, അതായത് ബിംബാധരം, നമ്മൾ ഈ വാക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? ചെന്തൊണ്ടിപ്പഴം. ഈ ബിംബഫലം എന്ന് പറഞ്ഞാൽ ചെന്തൊണ്ടിപ്പഴമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചെന്തൊണ്ടി പഴത്തിന്റെ പോലെയുള്ള നിറമുള്ളതായിരിക്കുന്ന അധരം, അമ്മയുടെ ആ ചുണ്ട്, ആ ചുണ്ടിൽ നിന്നും അതിൻ്റെ ആ കാന്തിയും കൂടെ ഈ മാലയിലോട്ട് തട്ടുന്നു. എന്നിട്ട് ഇതെന്താണ്? വളരെ ചിത്രവർണ്ണമായിരിക്കുന്നു, വളരെ വിചിത്രമായിട്ട് ചിത്രവർണ്ണങ്ങളുള്ളതായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അതെന്താണ്? പ്രതാപവ്യാമിശ്രാം പുരതമൈതു കീർത്തിമിവതേ. പുരതമൈതു ആരാണ്? പുരതമൈതു ത്രിപുരാന്തകനായിരിക്കുന്ന പരമശിവനെ. ഈ വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നതാണ് അല്ലേ? പുരദമനൻ, ത്രിപുരങ്ങളെയും നശിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശിവൻ. ഇതിനെക്കുറിച്ച് നമ്മൾ 7ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലേ? എന്താണ് ആ ശ്ലോകം? ഞാൻ മറന്നുപോയി. ഓക്കെ, അതിലും ഈ അഹോ ഇത് പറയുന്നുണ്ട്. ഏഴാമത്തേതിലോ ഈ ഒരു വാക്ക് പറയുന്നു. കരികലത കുംഭസ്തരണത പരീക്ഷീണാമധ്യേ അനുർബാണാൻ പാശം ശൃണിമവിധാനാകരതലൈ പുരസ്താദാസ്താംന പുരമതിദുരാ അഹോ പുരുഷിക. അപ്പൊ പുരദഹരനായിരിക്കുന്നു എന്ന് പരമശിവനെ അവിടെ വീണ്ടും പറയുന്നുണ്ട് അല്ലേ? ഇതേപോലെ വേറെയും ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ പരമശിവന്റെ എന്തിനെ? അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് വഹത്യംബേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അമ്മയെ അതാണ് വഹിക്കുന്നത്. എന്ത്? അപ്പോൾ ഈ ത്രിപുരാന്തകന്റെ പ്രതാപവ്യാമിശ്രമായിരിക്കുന്ന ആ പ്രതാപിത്വം, അത് ആ കീർത്തി എന്ന് തോന്നും വിധം അതിനെ ആ മാല ഇട്ട് കാണുമ്പോൾ അതിനെ ധരിച്ചിരിക്കുന്നു എന്നാണ്. ദേവി ആ മാലയിട്ട് കാണുമ്പോൾ ആ സാക്ഷാൽ പരമശിവന്റെ ആ ത്രിപുരദഹനന്റെ എല്ലാ കീർത്തിയെയും വഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്നാണ് സാക്ഷാൽ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്. അപ്പം പരമശിവൻ ഗജാസുരനെ നിഗ്രഹിച്ചു എന്ന് നമുക്ക് കഥ അറിഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ഗജാസുരന്റെ തോലാണ് പരമശിവന് ഉടുത്തിരിക്കുന്നതെന്നും പറയുന്നു അല്ലേ? അപ്പൊ മറ്റൊന്ന്, ഈ ആനയുടെ മസ്തകത്തില് മുത്തുമണികളുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ ആനകളിലും ഇല്ല, ശ്രേഷ്ഠമായ ആനകളുടെ മസ്തകത്തില് മുത്തുമണികൾ ഉണ്ട് അത്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗജാസുരന്റെ മസ്തകത്തിൽ നിന്നും കിട്ടിയിരിക്കുന്ന മുത്തുകൾ കോർത്തിണക്കിയിരിക്കുന്ന മാല ഭഗവതി വക്ഷസിൽ അണിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ മാല ചെന്തൊണ്ടിപ്പഴത്തിന്റെ, അമ്മയുടെ അധരത്തിന്റെ, ചെന്തൊണ്ടിപ്പഴത്തിന്റെ നിറത്തോടു കൂടിയിരിക്കുന്ന, ആ ഭംഗിയോട് കൂടിയിരിക്കുന്ന ആ അധരത്തിന്റെ കാന്തി കൊണ്ട് ഈ മാല അന്തശബളിതം എന്നാണ് പറയുന്നത്. അപ്പം നല്ല കർമ്മളവർണ്ണമായി മാറിയുന്ന കറുപ്പും ചുവപ്പും വെളുപ്പും ഇതെല്ലാം കൂടെയുള്ള അതിമനോഹരമായ വിചിത്ര വർണ്ണങ്ങളോടുകൂടിയിരിക്കുന്നു
എന്നുള്ളതാണ്. അത് ആ മാലയും കൂടി ഇട്ട് കാണുമ്പോൾ പരമശിവന്റെ കീർത്തിയെ വഹിക്കുന്നതായിട്ട് തോന്നുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രക്തവർണം പ്രതാപത്തെ കാണിക്കുന്നു. അതേപോലെ തന്നെ മുത്തുമാല ശുഭ്രവർണ്ണമാണ്. ആ ശുഭ്രവർണവും രക്തവർണവും എല്ലാം കൂടെ കൂടി ചേർന്ന് ഒരു പല പല വർണ്ണങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനകത്ത് ഈ മുത്തുകൾ ആനയുടെ തലയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് ആനയുടെ തലയിൽ മാത്രമല്ല, ഇതിനു മുമ്പ് ഓർമ്മയുണ്ടെങ്കിൽ മുളകളിൽ ഉണ്ട്. ചന്ദ്രന്റെ വെളിച്ചം വന്നിട്ട് മുളയിൽ ഉണ്ടാകുന്നു എന്ന് നാം പഠിച്ചിരുന്നു. ഇതിനു മുമ്പുള്ള കുറച്ച് ശ്ലോകങ്ങൾക്ക് മുമ്പ് തന്നെ. ഓർമ്മയുണ്ടോ എന്നറിയില്ല. അതുതന്നെയാണ് ഒരു ശ്ലോകം പറയുന്നത്, ഗജകുംഭേഷു വംശേഷു. വംശം എന്ന് പറഞ്ഞാൽ മുളയാണ്. ഗജകുംഭേഷു വംശേഷു ഫണാസു ജലദേഷു ച ശുക്തികായാം ഇഷൂഖണ്ഡേ ഷോഡാ മൗക്തിക സംഭവ. ഇങ്ങനെ 6 കാര്യങ്ങളിലാണ് മുത്തുമണികൾ ഉണ്ടാവുന്നത് എന്നാണ്. ഏതിലൊക്കെയാണ്? ആനയുടെ മസ്തകം. ഈ ആനയുടെ മസ്തകത്തിൽ നിന്നുണ്ടാകുന്നത് ഒരു കറുപ്പും പച്ചയും എല്ലാം കൂടെ കലർന്ന ഒരു നിറത്തിലുള്ളതാണ് എന്നാണ്. അപ്പം ഇവിടെ ദേവി ധരിച്ചിരിക്കുന്നത് എന്താണ്? ആനയുടെ മസ്തകം. ഗജാസുരന്റെ മസ്തകത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു കറുപ്പും പച്ചയും കൂടി ചേർന്ന് കലർന്നിരിക്കുന്ന ഒരു മാലയാണ്, ഒരു മുത്തുമണിയാണ്. അതോടൊപ്പം തന്നെ ചെന്തൊണ്ടിപ്പഴത്തിന്റെ ആ ചുവപ്പും കൂടെ വരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു വൈചിത്ര്യമാർന്ന നിറമായിട്ട് തോന്നുന്നു. അപ്പോൾ ആനയുടെ മസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നത് ഒരു പച്ചയും കറുപ്പും കൂടെ ചേർന്നുള്ള മുത്താണ്. അതുപോലെ തന്നെ ഗജകുംഭേഷു വംശേഷു അപ്പൊ വംശം എന്ന് പറയുന്നത് എന്താണ്? മുളയാണ്. അപ്പൊ മുളയിൽ നിന്ന് വരുന്നതാണെങ്കിൽ ചുവപ്പ് നിറമാണ്. അപ്പൊ മുളയിൽ നിന്ന് ലഭിക്കുന്ന മുത്തുമണികള് ചുവന്ന മുത്തുമണികളായിട്ടാണ് ആചാര്യന്മാര് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീടോ ഫണാസു ജലദേഷുജ. ഫണാസു എന്ന് പറഞ്ഞാൽ സർപ്പത്തിന്റെ ഭണം. സർപ്പം ഇവിടെ ആരാണ്? വാസുകിയായിട്ടാണ്. ആ സർപ്പത്തിന്റെ ഭണത്തിൽ നിന്നും കിട്ടുന്നത് എന്താണ്? നീലവർണ്ണമായിട്ടാണ് മുത്തുമണി. അങ്ങനെയുള്ള സർപ്പത്തിൽ നിന്ന് ലഭിക്കുന്നത് മുത്തുന്റെ തലയിൽ നിന്ന് വരിക്കുന്ന നീലവർണ്ണമുള്ള മുത്തുമണികളും. പിന്നീടോ ഗജകുംഭേഷു വംശേഷു ഭണാസു ജലദേഷു. ജലം എന്ന് പറഞ്ഞാൽ സമുദ്രം. അപ്പൊ സമുദ്രത്തിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അത് അഗ്നിവർണ്ണമാണ്, നല്ല ചുവപ്പ് നിറമുള്ളത് അഗ്നിവർണ്ണവും. പിന്നീടോ ശുക്തികായാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിപ്പി നമ്മൾ മുത്തുച്ചിപ്പി എന്ന് പറയാല്ലേ. ചിപ്പി എന്താ? ഈ കടലിൽ നിന്ന് കക്കയോ അല്ലേ ഇങ്ങനെ വാരിയെടുക്കുമ്പോൾ അത് കിട്ടും. അതിൽ നിന്ന് അതാണ് ഈ പേൾസ് പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം അതിന് ചിപ്പിയിൽ നിന്ന് കിട്ടുന്ന ചിപ്പിക്ക് എന്തോ ശംഖ് അല്ലേ, ശംഖ് ചിപ്പി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന വെള്ള നിറമാണ് ചിപ്പിയിൽ നിന്ന് കിട്ടുന്ന മുത്തുമണിക്ക്. പിന്നീട് ഉണ്ടാകുന്നത് എന്താണ്? ഇഷുഖണ്ഡേ ഷോഡാ മൗക്തിക സംഭവ. അപ്പം ഇഷുഖണ്ഡം എന്ന് പറഞ്ഞാൽ കരിമ്പിൽ നിന്ന് കിട്ടുന്നത് മഞ്ഞവർണ്ണമാണ്. ഇങ്ങനെയാണ് മുത്തുമണികളുടെ നിറങ്ങൾ എന്നാണ്. അപ്പം ഗജകുംഭേഷു വംശേഷു ഭണാസു ജലദേഷു ച ശുക്തികായാം ഇഷൂഖണ്ഡേ ഷോഡാ മൗക്തിക സംഭവ. ഇങ്ങനെ 6 രീതികളിലാണ് മുത്തുമണികൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ആനയുടെ മസ്തകത്തിൽ നിന്നും ഉണ്ടാകുന്നത് പച്ചയും കറുപ്പും ചേർന്ന നിലത്തിലുള്ളതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുളയിൽ നിന്നുണ്ടാക്കുന്നതാണെങ്കിൽ എന്താണ്? മുളയിൽ നിന്ന് ഉണ്ടാകുന്നതിന് എന്താണ്? ചുവപ്പ് നിറമാണ് എന്ന് പറഞ്ഞു. അതുകൂടാതെ വംശേഷു ഭണാസു. സർപ്പത്തിൽ നിന്നുണ്ടാകുന്ന നീലയാണ്. സമുദ്രത്തിൽ നിന്നുണ്ടാകുന്നതിനാണെങ്കിൽ നിറം ചുവപ്പാണ്, രക്തവർണ്ണമാണ്, രക്തത്തിന്റെ നിറമാണ്. അതുപോലെ ശുക്തികായം ചിപ്പിയിൽ നിന്നുണ്ടാകുന്ന വെള്ളയും. അതുകൂടാതെ ഇഷുഖണ്ഡത്തിൽ നിന്ന് കരിമ്പിൽ നിന്ന് കിട്ടുന്നതാണ് മഞ്ഞ നിറവുമുള്ളതാണ് മുത്തുകൾ. അപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണ്? ദേവി ധരിച്ചിരിക്കുന്നത് പച്ചയും കറുപ്പും എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഒരു കർപ്പൂര നിറമുള്ള സാക്ഷാൽ ഗജാസുരന്റെ മസ്തകത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മുത്തുമണിയാണ്. ആ മുത്തുമണിയാണെങ്കിൽ അത് മുത്തുമണികളെ കൊണ്ടുള്ള മാല അമ്മയുടെ കുജമധ്യത്തില് ധരിച്ചിരിക്കുകയാണ്. ആ ധരിച്ചിരിക്കുന്ന മാലയില് സാക്ഷാൽ അമ്മയുടെ ചെന്തൊണ്ടിപ്പഴത്തിന്റെ നിറത്തിലുള്ള ആ അധരത്തിൽ നിന്നും അധരത്തിന്റെ കാന്തിയും കൂടെ തട്ടിയിട്ട് അനവധി വളരെ വൈചിത്ര്യമാർന്ന വർണ്ണങ്ങളായിട്ട് ഉണ്ടായിരിക്കുന്നു. അങ്ങനെയുള്ള വൈചിത്ര്യമായ വർണ്ണകത്തോടു കൂടി ഇരിക്കുമ്പോൾ എന്താണ്? അല്ലയോ അമ്മേ, ആ നിന്തിരുവടിയുടെ കുജമധ്യപ്രദേശം ഗജാസുരന്റെ മസ്തകത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതായിരിക്കുന്ന മുത്തുമണികളാൽ നിർമ്മിക്കപ്പെട്ടതാണ്.
അതുകൂടാതെ ഈ ബിംബഫലത്തിൻ്റെ ചെന്തൊണ്ടിപ്പഴത്തിൻ്റെ ആ നിറമുള്ള അധരങ്ങളിൽ നിന്ന് ഉള്ള ആ കാന്തിയും കൂടി കണ്ടിട്ട് എന്ത് അന്തശബളിത എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അന്തശബളിത. അപ്പം വളരെയധികം വൈചിത്ര്യമാർന്നിരിക്കുന്നതായിരിക്കുന്ന ശബളിതമായ വളരെ നിറങ്ങളോട് കൂടിയതായിട്ട് എനിക്ക് നിർമ്മലഹാരി വളരെ അത് വളരെ വളരെ നിർമ്മലവുമായ നിർമ്മലഹാരിയായിരിക്കുന്ന ആ മാല ത്രിപുരാന്തകന്റെ പ്രതാപവ്യാമിശ്രമായിരിക്കുന്ന പ്രതാപവ്യാമിശ്രാം പുരതമൈതു കീർത്തിമിവതേ, കീർത്തിയെ കുറിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അമ്മേ എന്നാണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ദേവിയുടെ പാതിവൃത്യത്തെക്കുറിച്ച് അനവധി ശ്ലോകങ്ങളിൽ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഭർത്താവിൻ്റെ ഗുണവും ദോഷവും പതിവ്രതയായ ഭാര്യയിൽ പ്രതിഫലിക്കുന്നു എന്നും കൂടെ ഇവിടെ പറഞ്ഞു തരികയാണ്. അപ്പം എന്താണ്, ലോകപിതാവായിരിക്കുന്ന സാക്ഷാൽ ത്രിപുരാന്തകനായിരിക്കുന്ന പരമശിവന്റെ ആ കീർത്തിയും പ്രതാപവും ദേവിക്ക് ഒരു അലങ്കാരമായിട്ട് അല്ലെങ്കിൽ ഒരു അലങ്കരണമായിട്ട് ആഭരണമായിട്ട് ഇവിടെ ഉത്പ്രേക്ഷിക്കുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ശ്ലോകം ഒന്ന് നോക്കാം. വഹത്യംബസ്തംബേരമധുനുജ കുംഭപ്രകൃതിഭിഃ സ്മരാബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം കുജാഭോഗോ ബിംബാധരരുചിഭിരന്തശബളിതം പ്രതാപവ്യാമിശ്രാം പുരതമയിതു കീർത്തിമിവതേ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ അപ്പൊ ദേവിയുടെ ഈ ഹാരം, ഈ മാല എന്താണ്, സാക്ഷാൽ പതിയായ പരമശിവനെ ആശ്രയിച്ചു നിൽക്കുന്നു എന്നും കൂടെയാണ്. അപ്പൊ ഒരിക്കലും പാതിവൃത്യ ഭംഗം ഉണ്ടാകാതെ ഈ ജ്ഞാനങ്ങളെ എല്ലാം ഒന്നിച്ചുകൂട്ടി ഭഗവതിയിൽ ലയിപ്പിച്ചിരിക്കുന്നു എന്ന് ആചാര്യന്മാർ അങ്ങനെയും പറഞ്ഞു കാണുന്നുണ്ട്. അപ്പൊ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. വഹത്യംബസ്തംബേരമതനുജ കുംഭപ്രകൃതിഭിഃ. ചൊല്ലിക്കോളൂ. സ്മരാബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം കുജാഭോഗോ ബിംബാധരരുചിഭിരന്തഃ ശബലിതാം കുജാഭോഗോ ബിംബാധരരുചിഭിരന്തഃ പ്രതാപവ്യാമിശ്രാം പുരതമയിതു കീർത്തിമിവതേ. ഒന്നുകൂടെ ചൊല്ലി നോക്കാം. വഹത്യംബസ്തംബേരമതനുജ കുംഭപ്രകൃതിഭിഃ സ്മരാബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം സമാരബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം കുജാഭോഗോ ബിംബാധരരുചിഭിരന്തശബലിതാം കുജാഭോഗോ ബിംബാധരരുചിഭിരന്തശബലിതാം പ്രതാപവ്യാമിശ്രാം പുരതമയിതു കീർത്തിമിവതേ. പ്രതാപവ്യാമിശ്രാം പുരതമയിതു കീർത്തിമിവതേ. അടുത്ത ശ്ലോകം നോക്കാം. തവസ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയത പയപ്പാരവാര പരിവഹതി സാരസ്വതമിവ ദയാവത്യാദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിതാ. അപ്പൊ എന്താണ്? തവസ്തന്യം മന്യേ ധരണീധരകന്യേ ഹൃദയത. ഹേ ധരണീധരകന്യേ. ആരാണ് ധരണീധരകന്യ?
പർവ്വതകന്യ അല്ലെ, ധരണീധരൻ പർവ്വതൻ, ആ പർവ്വതത്തിന്റെ പർവ്വതരാജാവായിരിക്കുന്ന ഹിമവാന്റെ പുത്രിയായിരിക്കുന്ന അല്ലയോ അമ്മേ, അല്ലയോ പാർവതി, അല്ലയോ ഉമേ, അതാണ് ധരണിധര കന്യേ. പിന്നെ എന്താണ്? സ്തന്യം ഹൃദയത തവസ്തന്യം, തവസ്തന്യം. അപ്പൊ നിന്തിരുവടിയുടെ, തവ അമ്മ തന്നെ, അമ്മ, ആ നിന്തിരുവടിയുടെ സ്തന്യം, സ്തന്യം എന്ന് പറഞ്ഞാൽ മുലപ്പാല്. ആ മുലപ്പാല് എന്താണ്? ഹൃദയതഃ, ഹൃദയത്തിൽ നിന്നും എന്താണ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അമ്മയുടെ ആ മുലപ്പാല് അമ്മയുടെ ഹൃദയത്തിൽ നിന്നും വന്നിരിക്കുന്ന എന്താണ്? പയപ്പാരാവാര പരിവഹതി സാരസ്വതമിവ. പയപ്പാരാവാര, പയപ്പാരാവാരം, പയം അമൃത്, പയപ്പാരാവാരം അമൃതിന്റെ പ്രവാഹമാണ് എന്നാണ്. അപ്പൊ അമൃത പ്രവാഹമായിട്ടാണ് അമ്മയുടെ മുലപ്പാല് അമ്മയുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന അമൃതിന്റെ പ്രവാഹമാണ് എന്നാണ് പറഞ്ഞു പറ്റുന്നത്. പിന്നീടോ എന്ന് മന്യേ തവ സ്തന്യം. മന്യേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിരീക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു, ഞാൻ കരുതുന്നു എന്നൊക്കെയാണ്. പിന്നീടോ ദയാവത്യാദത്തം, ദയാവത്യ, ദയോടുകൂടി, അല്ലെങ്കിൽ ദയാവതി ആയിരിക്കുന്ന എന്നാണ്. അപ്പൊ അമ്മ വളരെ കാരുണ്യവതിയാണ്. ജഗദമ്പ കാരുണ്യവതിയാണെന്ന് പല ശ്ലോകങ്ങളിലും പറഞ്ഞു തന്നു അല്ലേ. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഉടനെ തന്നെ ദേവി അതിനേക്കാളെല്ലാം നമുക്ക് നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? ദയാവത്യാദത്തം, ആ അങ്ങനെ ദയാവതിയായിരിക്കുന്ന ആ അമ്മ നിന്തിരുവടിയാൽ ദത്തം കൊടുക്കപ്പെട്ടിരിക്കുന്നു. എന്താണ്? ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യതവയത്. അപ്പോ ദയാവതിയായിരിക്കുന്ന ആ അമ്മയാൽ കൊടുക്കപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഏതൊന്ന്? ആ മുലപ്പാല്, നിന്തിരുവടിയുടെ സ്തന്യം. കവീനാം പ്രൗഢാനാം അജനികമനീയ കവൈത. അപ്പൊ ദ്രവിഡ ശിശുരാസ്വാദ്യതവയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യതവയത്, ദ്രവിഡ ശിശു. അപ്പൊ ഈ ദ്രാവിഡത്തിൽ വന്നു പിറന്നിരിക്കുന്നതായിരിക്കുന്ന ഒരു ശിശുവിന്, അപ്പൊ ദ്രാവിഡം, ഈ കേരളം, കർണാടകം, തമിഴ്നാട് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളെയൊക്കെ ദ്രാവിഡം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ, കേരളത്തിനെയും തമിഴ്നാടിനെയും ഒക്കെ. അപ്പോൾ ഈ ദ്രാവിഡത്തിൽ നിന്ന് വന്നു പിറന്നിരിക്കുന്നതായിരിക്കുന്ന ശിശുവിന്, അപ്പൊ ശങ്കരാചാര്യ സ്വാമികളെ എന്ന് വേണം ആചാര്യന്മാർ പറയുന്നത്. അതിന് പല വിധികളുണ്ട്. അല്ല എന്നും പറയുന്നുണ്ട്, ശങ്കരാചാര്യ സ്വാമികൾ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പം അല്ല എന്ന് പറയാനുള്ള കാരണം പ്രൗഢാനാം അജനി കമനീയ കവൈത എന്ന് ഒരു അഹംഭാവത്തോടു കൂടി, അല്ലെങ്കിൽ അങ്ങനെ തൻ്റെ വലിപ്പത്തിനെ എടുത്തു കാണിക്കുന്ന രീതിയിൽ ശങ്കരാചാര്യ സ്വാമികൾ എഴുതുമോ എന്ന് സംശയവും ആചാര്യന്മാരിൽ വന്നിട്ടുണ്ട്. അപ്പം ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യതവയത് കവീനാം പ്രൗഢാനാം അജനികമനീയ കവയത കവയിത. അപ്പൊ പർവ്വതകന്യയായിരിക്കുന്ന അല്ലയോ അമ്മേ, ആ നിന്തിരുവടിയുടെ സ്തന്യം ഹൃദയത്തിൽ നിന്നുണ്ടായിരിക്കുന്ന അമൃതപ്രവാഹമാണ്. അന്ന് അമൃതപ്രവാഹം മാത്രമല്ല, അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? സാരസ്വതമിവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സാരസ്വമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാക്ഷാൽ സരസ്വതി തന്നെയാണ്, സാരസ്വതമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ ആ മുലപ്പാൽ. സംഗീതമപി സാഹിത്യം സരസ്വത്യാ സ്തനദ്വയം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ആ ദേവിയുടെ ഹൃദയത്തിൽ നിന്നാണ് ഈ പറയുന്ന അമൃതപ്രവാഹം ഉണ്ടായിരിക്കുന്നത്. ആ അമൃതപ്രവാഹം അത് വേറൊന്നുമല്ല, സാരസ്വതരസം തന്നെയാണ്. അങ്ങനെയുള്ള ആ സാരസ്വതം, അത് ലഭിച്ചിരിക്കുന്ന അങ്ങനെയുള്ള മുലപ്പാൽ കുടിച്ചിരിക്കുന്നതായിട്ടിരിക്കുന്ന ആ ദ്രാവിഡത്തിൽ വന്ന് ജനിച്ച ഈ ശിശുവിന് എന്തായി മാറുന്നു? പ്രൗഢന്മാരായ കവികളുടെ കൂട്ടത്തില് കമനീയമായ കവിയായിട്ട് വന്ന് ഭവിച്ചു എന്നാണ്. കവീനാം പ്രൗഢാനാം അജനി കമനീയ കവൈതാം. അജനി എന്ന് പറഞ്ഞാൽ ഭവിച്ചു. ചോദിച്ചോണ്ട് സാർ, ഉണ്ണികൃഷ്ണൻ സാർ എന്തോ പറയുന്നു? ശങ്കരാചാര്യരുടെ ബാല്യത്തിലെ ഒരു കഥയെ ഇതിനോട് ചേർത്തിട്ടുണ്ടോ എന്നൊരു സംശയം. അദ്ദേഹം ഒരിക്കൽ അച്ഛൻ അദ്ദേഹത്തെ ശാന്തിക്ക് വിട്ടപ്പോ അമ്മ പ്രസാദം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ അമ്മ പാലുടിച്ചു തീർത്തു. അത് കഴിഞ്ഞപ്പോ ബാക്കിയൊന്നും കിട്ടിയില്ല, അപ്പൊ അമ്മ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ ദേവി തന്നെ മുലപ്പാല് കൊടുത്തു എന്ന്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ
കവിത രചിക്കാനുള്ള ശക്തിയും എല്ലാം കിട്ടിയത്. അപ്പോ നേരിട്ട് അമ്മ തന്നെ അത് കണക്ട് ചെയ്യുന്നില്ലേ ഇതിനകത്തുനിന്നുള്ള സംശയമുണ്ട്. ഉണ്ട്. അങ്ങനെ ഒരു കഥ പിൽക്കാലത്ത് ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ കൈവല്യാശ്രമം എന്ന് പറയുന്നത് ഈ ഒരു വിവാദത്തിന് ആധാരമായിട്ട് കൈവല്യാശ്രമത്തിൽ ആചാര്യന്മാർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണ സാറ് പറഞ്ഞതുപോലെ തന്നെ കുട്ടിയായിരുന്ന ശങ്കരാചാര്യസ്വാമികളെ ഏൽപ്പിച്ചുകൊണ്ട് അച്ഛൻ ആ ക്ഷേത്രം ഏൽപ്പിച്ചു വിട്ടു. വളരെ കുട്ടിയായിരുന്നപ്പോൾ അപ്പോൾ പാല് കുടിക്കുവാൻ വേണ്ടി നിവേദിച്ചു, കുടിക്കാതിരുന്ന് കരഞ്ഞു. അമ്മ തന്നെ എടുത്ത് ദേവി അത് കുടിക്കുകയുണ്ടായി എന്നും പിന്നീട് അത് ദേവി പ്രത്യക്ഷപ്പെട്ട് ഉണ്ണിക്ക് മുലപ്പാൽ നൽകി എന്നുള്ള കഥയുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആചാര്യവൃത്തം പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ അങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് ഏറ്റവും അനവധി ആചാര്യന്മാർ പറയുന്നു. അപ്പൊ കൂടുതലും ആചാര്യന്മാരുടെ മതം ശങ്കരാചാര്യസ്വാമികൾ കുട്ടിയായിരുന്നപ്പോൾ ദേവിയുടെ സ്തന്യം ഭുജിച്ചുകൊണ്ട് അങ്ങനെ പ്രൗഢഗംഭീരനായ കവിയായി മാറിയത് കൊണ്ടാണ് ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്ന് പറയുന്നുണ്ട്. സാറ് പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ശങ്കരാചാര്യരുടെ ചരിത്രത്തിലോ കേരള ചരിത്രത്തിലോ എന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ശങ്കരാചാര്യസ്വാമികളുടെ ജീവിത ചരിത്രത്തിൽ എങ്ങും ഇങ്ങനെ ഒരു കഥയെക്കുറിച്ച് നാം പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ കേരള ചരിത്രത്തിലും ഇങ്ങനെയില്ല. പക്ഷേ ഇങ്ങനെ ഒരു കഥ പ്രചാരത്തിലുണ്ട് എന്നുള്ള കാര്യം നാം വിസ്മരിക്കുവാൻ പാടില്ല. അങ്ങ് പറഞ്ഞിരിക്കുന്നത് കൊണ്ടല്ലേ ഈ കവിയുടെ കവീതാം പ്രൗഢാനാം അജനി കമനീയ കവയിത എന്നും ദ്രാവിഡ ശിശുരാസ്വാദ്യതവേ, ദ്രാവിഡത്തിൽ ജനിച്ച ആ ശിശു ആസ്വദിച്ചു എന്നും കൂടെ എഴുതിയിരിക്കുന്നത് കൊണ്ട് അങ്ങ് പറഞ്ഞിരിക്കുന്ന അതിന് ആ തത്വത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്ന് തന്നെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൂടാതെ പിന്നീട് ഈ മറ്റൊന്നുണ്ട്, ഈ ആനന്ദലഹരി എന്ന് വേറൊരു കൃതിയുണ്ട്. ആ ആനന്ദലഹരിയുടെ കർത്താവായിരിക്കുന്ന നൃസിംഹസ്വാമി അല്ലെങ്കിൽ രാമകവി, അതുകൂടാതെ വൈദ്യമാധവൻ എന്നീ തുടങ്ങിയ ചില തമിഴ് പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ദ്രാവിഡ ശിശു എന്ന് പറയുന്നത് കാഞ്ചീപുരത്ത് ജനിച്ചിരിക്കുന്ന ഒരു ദ്രാവിഡ ശിശു എന്ന് മറ്റൊരു പറച്ചിലുണ്ട്. കാഞ്ചീപുരത്ത് ജനിച്ച ഒരാളാണ് ദ്രാവിഡ ശിശു എന്ന് അഭിപ്രായമുണ്ട്. ആ കുട്ടി ഇങ്ങനെ അച്ഛനും ആ കുട്ടിയും കൂടെ വെളിയിലോട്ട് പോയി, അമ്മ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നും ആ കുട്ടി ഒരുപാട് കിടന്ന് കരഞ്ഞു. അപ്പൊ ഭക്തവത്സലയായിരിക്കുന്ന അമ്മ വന്ന് ആ കുഞ്ഞിന് പാർവതി ദേവി വന്നുകൊണ്ട് ആ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തു എന്നും ആ പിൽക്കാലത്ത് അദ്ദേഹമാണ് സംബന്ധ കവീശ്വരൻ എന്ന നാമധേയത്തിൽ വളരെ പ്രഗത്ഭനായി മാറിയത് എന്ന് മറ്റൊരു കഥയുമുണ്ട്. പിന്നെ അതുകൂടാതെ ഈ തമിഴ് കവി എന്ന നിലയിലും ഒരു ശൈവ ആചാര്യൻ എന്ന നിലയിലും പ്രഗത്ഭനായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് തിരുജ്ഞാന സംബന്ധർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പൊ ഈ തിരുജ്ഞാന സംബന്ധരെയാണ് ദ്രാവിഡ ശിശു എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത് എന്ന് മറ്റൊരു കഥ. കാരണം ഈ തിരുജ്ഞാന സംബന്ധർ ശിശുവായിരിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛൻ കുട്ടിയെ കൊണ്ട് ഇതേപോലെ തന്നെ കുളിക്കാൻ പോയി. അച്ഛൻ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടി കുളിക്കരയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വിശന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മ വന്നു. ലോകമാതാവായിരിക്കുന്ന അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു സ്വർണ്ണ പാത്രത്തിൽ അമ്മ മുലപ്പാൽ നൽകി. ആ പാല് കുടിച്ചതോടുകൂടി കുട്ടി കവിയും ജ്ഞാനിയുമായി തീർന്നു എന്നും പറഞ്ഞു. പിന്നെ അതുമാത്രമല്ല, ഈ തിരുജ്ഞാന സംബന്ധര് ആണ് ആദ്യം കൈലാസത്തിലെത്തിയതെന്നും അദ്ദേഹമാണ് സാക്ഷാൽ ഈ സൗന്ദര്യലഹരി രചിച്ചിരിക്കുന്നതെന്നും മറ്റ് ചിലരുടെ അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ സൗന്ദര്യലഹരി കൈലാസത്തിൽ എഴുതിയിട്ടിരിക്കുന്നത് തിരുജ്ഞാന സംബന്ധര് തന്നെയാണ് എന്ന് പറയാം. നമ്മൾ പാർവതി പരമേശ്വരനും ശിവനാൽ എഴുതിപ്പെട്ടതാണെന്നും തിരിച്ച് ശങ്കരാചാര്യ സ്വാമികൾ വന്നപ്പോൾ പുറകിൽ നിന്ന് നന്ദി തുടച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെയും ആ കഥയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. പാർവതി പരമേശ്വരൻ എഴുതുന്നതിന് പകരം തിരുജ്ഞാന സംബന്ധരാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ശൈവാചാര്യരെന്നും കൂടെ പറയുന്നുണ്ട്. തിരുജ്ഞാന സംബന്ധരാണ് ഇതവിടെ എഴുതിയിട്ടിരുന്നത് എന്നും ശങ്കരാചാര്യസ്വാമികൾ വന്ന് അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ 42 ശ്ലോകം വരെ ശങ്കരാചാര്യസ്വാമികൾക്ക് എത്താൻ പറ്റുള്ളൂ. താഴെ നിങ്ങനെ തുടച്ചു വന്ന് ബാക്കി 58 ശ്ലോകങ്ങൾ നന്ദി തുടച്ചു കളഞ്ഞു എന്നും. അപ്പോൾ അങ്ങനെ ബാക്കി പൂരിപ്പിച്ചത് മുഴുവൻ 58 ശ്ലോകങ്ങൾ എഴുതിയ ശങ്കരാചാര്യസ്വാമികളാണല്ലോ. അപ്പൊ ശങ്കരാചാര്യസ്വാമികൾ ഈ ദ്രാവിഡ ശിശു എന്നുദ്ദേശിച്ചിരിക്കുന്നത് തിരുജ്ഞാന സംബന്ധരെയും ആകാം എന്ന് മറ്റൊരു മതം. ഇങ്ങനെ 3-4 മതങ്ങളുണ്ട്. ഇനി ഇത് മാത്രമല്ല, വേറൊന്നുകൂടെ ഉണ്ട്. സുധാവിദ്യോതിനി എന്നൊരു വിഖ്യാതമായ ഒരു കർത്താവ് തമിഴിലുണ്ടായിരുന്നു. അപ്പോൾ ദ്രമിള രാജകുമാരനായിരിക്കുന്ന ഒരു പ്രവരസേനൻ എന്ന രാജാവ്, അദ്ദേഹമാണ് ദ്രാവിഡ ശിശു എന്നും പറയുന്നു. കാരണം ഈ ശിശു ജനിച്ചപ്പോൾ ഈ രാജവംശത്തിന് ആപത്തുണ്ടാകും എന്ന് കരുതിക്കൊണ്ട് ഇദ്ദേഹത്തെ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ കാട്ടിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ
ഒരു കടുവ, ഒരു പെൺ കടുവ വന്ന് അദ്ദേഹത്തെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി രക്ഷിച്ചു. അപ്പോഴാണ് ആ കുഞ്ഞിന് പെട്ടെന്ന് അദ്ദേഹത്തെ ആ ജന്മത്തെക്കുറിച്ച് ഓർമ്മ വന്നു എന്നും ആ ദേവിയെ ധ്യാനിച്ചു. ആ ദേവി പ്രത്യക്ഷയായി ആ കുട്ടിക്ക് പാല് കൊടുത്തു എന്നുമാണ്. പിൽക്കാലത്ത് അത് സൗന്ദര്യലഹരി ഉൾപ്പെടെ രചിച്ചതും ആ കുട്ടിയാണ് എന്നും മറ്റൊരു കഥ. അപ്പൊ ഇങ്ങനെ ആചാര്യന്മാരുടെ ഇടയ്ക്ക് അനവധി വ്യത്യാസങ്ങൾ കണ്ടു. പക്ഷെ ഏറ്റവും കൂടുതലും ഇപ്പോൾ ഉണ്ണികൃഷ്ണ സാറ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതലും വിഖ്യാതമായിരിക്കുന്നത് ശങ്കരാചാര്യസ്വാമികളുടെ നമുക്ക് കേൾവിയില്ലാത്ത ആ കഥ തന്നെയാണ്. ചരിത്രങ്ങളില്ല എന്നേ ഉള്ളൂ, നമുക്ക് കേട്ട അറിവുണ്ട്. പക്ഷെ ചരിത്രങ്ങളിൽ, നമ്മളുടെ കേരള ചരിത്രത്തിലോ ശങ്കര ചരിത്രങ്ങളിലോ അതിനെ പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് തന്നെ ആയിരിക്കാം എന്ന് പറയുന്നു. പിന്നെ കവീനാം പ്രൗഢാനാം അജനഗമനീയ കവയിത എന്ന് തന്നെക്കുറിച്ച് സ്വന്തമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ പരാമർശിക്കുമോ എന്ന് മാത്രം നമുക്കൊരു വിവാദത്തിന് ഒരു തീ കൊളുത്താം എന്നുള്ളതേ ഉള്ളൂ. ശങ്കരാചാര്യ സ്വാമികൾ അങ്ങനെ പറഞ്ഞോ എന്ന് വേണമെങ്കിൽ മാത്രം ചിന്തിക്കാം. ഇത്രയും അറിവുള്ള ആള് അങ്ങനെ പറയുമോ? പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവണമെന്നും ഇല്ല. ഇങ്ങനെ 3-4 മതങ്ങളാണ് ആചാര്യന്മാർക്ക് ഇടയ്ക്കുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും ശക്തമായ മതം ആദ്യം പറഞ്ഞിരിക്കുന്ന, ഇപ്പം ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞ ആ മതം തന്നെയാണ് ഏറ്റവും ശക്തമായിരിക്കുന്ന മതം. നാമും അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികള് അപ്പം തന്നെക്കുറിച്ച് തന്നെയാണ് ഈ ദ്രാവിഡ ശിശുവായിരിക്കുന്ന സാക്ഷാൽ ശങ്കരാചാര്യര് അമ്മയെക്കുറിച്ച് ഇത്ര മനോഹരമായ പ്രൗഢഗംഭീരങ്ങളായ കാവ്യങ്ങൾ രചിക്കുവാൻ സാധിച്ചല്ലോ. അത് അമ്മയുടെ ആ മുലപ്പാല് രുചിച്ച, അതിൽ നിന്നുണ്ടായിരിക്കുന്ന ആ അമൃത രുചിച്ചിരിക്കുന്നതിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് വേണം നാം സങ്കല്പിക്കാൻ എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത പയപ്പാരാവാര പരിവഹതി സാരസ്വതമിവ ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യതവയത്. അപ്പൊ ദ്രവിഡ ശിശുരാസ്വാദ്യതവയത് എന്ന് പറഞ്ഞിരിക്കുന്നു. ദ്രാവിഡത്തിൽ ജനിച്ചിരിക്കുന്ന ശിശു അതിനെ ആസ്വദിച്ചിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നുകൊണ്ട് തന്നെ ആവാം. ഞാനത് ആസ്വദിച്ചല്ലോ. അപ്പൊ ആസ്വദിച്ചിട്ട് കവീനാം പ്രൗഢാനാം അജനി കമനീയ കവയിത, കമനീയമായ കവിയായിട്ട് അജനി ഭവിച്ചു. പ്രൗഢഗംഭീരമായ കമനീയമായ പ്രൗഢന്മാരായ കവികളുടെ കൂട്ടത്തില് കമനീയമായ കവിയായിട്ട് അമ്മയുടെ മുലപ്പാൽ ആയ അമൃത സ്വാദ് ഭക്ഷിച്ചതിന് ശേഷം, അത് രുചിച്ചതിന് ശേഷം കമനീയമായ കവിയായി ഞാനും ഭവിച്ചു എന്ന് വളരെ ഭംഗിയായിട്ട് പറയുന്ന രീതിയിലും പ്രാർത്ഥിക്കുന്ന രീതിയിലും നാം കാണാം. ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത. ചൊല്ലിക്കോളൂ. തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത. തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത പയപ്പാരാവാര പരിവഹതി സാരസ്വതമിവ പരിവഹതി സാരസ്വതമിവ ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യതവയത്. കവീനാം പ്രൗഢാനാം അജനികമനീയ കവയിത. കവീനാം പ്രൗഢാനാം അജനികമനീയ കവയിത. അപ്പൊ ഈ 2 ശ്ലോകം നോക്കാം. വഹത്യംബസ്തംബേരമതനുജ കുംഭ പ്രകൃതിഭി സമാരബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം. സമാരബ്ധാമുക്താമണിഭിരമലാം ഹാരലതികാം. ഭോഗോ ബിംബാധര രുചിഭിരന്ദ ശബലിതാം. ഭോഗോ ബിംബാധര രുചിഭിരന്ദ ശബലിതാം. പ്രതാപവ്യാമിശ്രാം പുരതമയിതു കീർത്തിമിവതേ. പ്രതാപവ്യാം പുരതമയിതു കീർത്തിമിവതേ.
തപസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത തവ സ്തന്യം മന്യേ ഹൃദയത പയപ്പാരാര പരിവഹതി സാരസ്വതമിവ പരിവഹതി സാരസ്വതം ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാം അജനികമനീയ കവയിതാ ഏതായാലും ഉണ്ണികൃഷ്ണനാർ ആ ഒരു കഥ അങ്ങോട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് മറ്റു കഥകളിലോട്ടും കൂടെ ചിന്ത പോയി. അത് നന്നായി. ഏതായാലും അപ്പോൾ ഈ ശ്ലോകം 2 ശ്ലോകങ്ങളെല്ലാം ഇന്ന് പഠിച്ച് ചൊല്ലാൻ താല്പര്യമുള്ളവർ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നന്നായിരുന്നു. ആരാണ് അഭിലാഷം ഒന്ന് ശ്രമിക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. അല്ലല്ല, പഠിക്കാൻ പ്രായമായിട്ടില്ല, ഇടയ്ക്കിടയ്ക്കാ ഓഫീസിൽ തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ടിരുന്നേതാ. ഓക്കെ ഓക്കെ. എന്താണ്, ആരാണ് ജ്യോതിഷ് തന്നെ ഒന്ന് 2 ശ്ലോകങ്ങളൊന്ന് വായിച്ചു നോക്കുന്നോ ജ്യോതിഷ്? അത് ഉണ്ണിഷ് സാർ എന്തോ പറയുന്നു, പറഞ്ഞോട്ടെ. ഉണ്ണിഷ് സാർ വായിച്ചോളൂ, അത് കഴിഞ്ഞ് സരസ്വതി നടത്തി ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് ജ്യോതിഷ്, പിന്നെ എല്ലാവരും. വഹത്യംബസ്തംബേരമദനുജ കുംഭ പ്രകൃതി സമാരബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം കുചാഭോഗോ ബിംബാധര രുചിഭിരന്ദ ശബളിതാം പ്രതാപവ്യാമിശ്രാം പുരദമയിതു കീർത്തിമിവതേ. തവ സ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയതഃ പയപ്പാരാവാര പരിവഹതി സാരസ്വതമിവ ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാം അജനികമനീയ കവയിതാ. ജയശങ്കര. അപ്പൊ 6 മുത്തുമണികള് 6 എവിടെയൊക്കെയാണ് ലഭിക്കുന്നതെന്ന് നാം പറഞ്ഞു. അത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? മുത്തുമണികൾ എവിടെയൊക്കെയാണ് 6 പ്രകാരത്തിൽ കിട്ടും എന്ന് പറഞ്ഞു. മഴത്തുള്ളി, വെള്ളത്തുള്ളി, വെള്ളത്തുള്ളി അല്ലേ? ഗജകുംഭേഷു വംശേഷു. ഗജൻ ഇത് ഗജം, ആന. ഗജകുംഭേഷു വംശേഷു, ഗജത്തിന്റെ കുംഭം മസ്തകത്തില്, വംശേഷു പിന്നെ സർപ്പത്തിന്റെ അതാണ് ഫണം, സർപ്പം. സർപ്പത്തിന്റെ ഫണത്തില് നീല കളർ. പിന്നോ മേഘത്തില് ശുക്തികായം, ശുക്തി നാം പറഞ്ഞു, ചിപ്പി മുത്തുച്ചിപ്പി താത്ത കിടക്കുന്ന ഇതുണ്ടല്ലോ, പവിഴപ്പുറ്റുകളല്ലോ, അങ്ങനെയല്ല, പവിഴപ്പുറ്റെന്നല്ലേ പറയുന്നത്. പിന്നീടോ ഇഷുഖണ്ഡേ, കരിമ്പിൻ തടിയിലുണ്ട്, ഗജത്തിലുണ്ട്, പിന്നീടോ മുളയിലുണ്ട്, സമുദ്രത്തിലുണ്ട്, സർപ്പത്തിന്റെ ഫണത്തിലുണ്ട്, ചിപ്പിയിലുണ്ട്, 6ാമതായിട്ട് മഴത്തുള്ളി. മഴത്തുള്ളി പറഞ്ഞിട്ടേ ഇല്ല, കരിമ്പിലുണ്ടെന്നാണ്. ഇവിടെ ജലം ഉദ്ദേശിക്കുന്നത് സമുദ്രത്തെയാണ് അഭിലാഷേ. ജലം സമുദ്രത്തെയാണ്. ചൊല്ലിക്കോട്ടെ. ഇനി അടുത്ത് ആരാ ചൊല്ലുന്നത്? ചൊല്ലിക്കോളൂ. വഹത്യംബസ്തംബേരമദനുജകുംഭ പ്രകൃതിഭി സമാരബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം കുജാഭോഗോ ബിംബാധര രുചിഭിരന്ദ ശബലിതാം
പ്രതാപവ്യാമിശ്രാം പുരതമയിതു കീർത്തിമിവ തേ. തവ സ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയത പയപ്പാരാവാര പരിവഹതി സാരസ്വതമിവ. ദയാവത്യാദത്തം ദ്രവിഡശിശു രാസ്വാദ്യതവയത് കവീനാം പ്രൗഢാനാമജനി കമനീയ കവയിത. ജയശങ്കര. കൊല്ലട്ടെ. സരസ്വതി വഹത്യംബ സ്തംഭേരമധുജു മദനുജ കുംഭ പ്രകൃതിഭി സമാരാബ്ദാം മുക്താമണിഭിരമലാം കാരലതികാം കുജാഭോഗോ ബിംബാധര രുചിഭിരന്ദ ശബളിതാം പ്രതാപവ്യാമിശ്രാം പുരതമയിതു കീർത്തിമിവ തേ. തവ സ്തന്യം മന്യേ ധരണീധരകന്യേ ഹൃദയതഃ പയപ്പാരാവാര പരിവഹതി സാർവസ്വതമിവ. ദയാവത്യാ ദത്തം ദ്രവിഡ ശിശുരാസാദ്യ തവ യത് കവീനാം പ്രൗഢാനാമജനികമനീയ കവയിത. ആരെങ്കിലും തയ്യാറുണ്ടോ? ഞാനൊന്ന് ട്രൈ ചെയ്യാം ചേട്ടാ. ആയിക്കോട്ടെ ജയശങ്കര. വഹത്യംബസ്തംഭേരമദനുജ കുംഭപ്രകൃതിഭി സമാരബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം കുജാഭോഗോ ബിംബാധര രുചിഭിരന്തഃ ശബലിതാം പ്രതാപവ്യാമിശ്രാം പുരതമയിതു കീർത്തിമിവ തേ. തവ സ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയത പയപ്പാരാവാര പരിവഹതി സാരസ്വതമിവ. ദയാവത്യാ ദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യതവയത് കവീനാം പ്രൗഢാനാമജനി കമനീയ കവയിത. ജയശങ്കര. ജയശങ്കര. അപ്പോ മറ്റാരും വായിക്കാനില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ പിന്നെന്താ ജയശങ്കര ചൊല്ലിക്കോട്ടെ. മ്യൂട്ടായിട്ടുണ്ട്. ശോഭചേച്ചി മ്യൂട്ടായിരിക്കാം. ഓണാക്കി ബന്ധായി. വഹത്യംബസ്തംഭേരമദനുജകുംഭ പ്രകൃതിഭി സമാരബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം കുജാഭോഗോ ബിംബാധര രുചിഭിരന്ദ ശബലിതാം പ്രതാപവ്യാമിശ്രാം പുരതമയിതു കീർത്തിമിവ തേ. തവ സ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയത പയപ്പാരാവാര പരിവഹതി സാരസ്വതമിവ. ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യതവയത് കവീനാം പ്രൗഢാനാമജനി കമനീയ കവയിതാം. ഇനി ആരെങ്കിലും രാഘവൻ സാറ് വായിക്കുന്നു പറഞ്ഞു, ചൊല്ലുന്നു പറഞ്ഞു. രാഘവൻ സാർ ചൊല്ലുന്നോ?
രാഘവൻ സാർ കേൾക്കുന്നുണ്ടോ? ഞാൻ ട്രെയിനിലായതുകൊണ്ടാണ് ട്രെയിനിലാണുള്ളത്. ഓക്കെ മാധവൻ. രാഘവൻ സാറ് 77 74 75. ജയശങ്കര. വഹത്യം വസ്തംബേ രമതനുജകുംഭ പ്രകൃതിഭിഃ സമാരപ്താം മുക്താമണിഭിരമണാം ഹാരലതികാം കുചഭോഗോ ബിംബാധരരുചിഭിരന്തസബലിതാം പ്രതാപവ്യാമിശ്രാം പുരദമയിതു കീർത്തിമിവ തേ തവസ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയഃ ഭയപാരവാര പരിവഹതി സാരസ്വതമിവ ദയാവത്യാദത്തം ദ്രവിഡശിശുരാസ്പാദ്യ തവ യദ് കവീനാം പ്രൗഢാനാം അജനികമനീയ കവയിത. ജയശങ്കര. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, നമ്മളെല്ലാവരും ഇപ്പോൾ 75 ശ്ലോകങ്ങളായിരിക്കുന്നു. 100 വലിയ താമസമില്ല, 25 ശ്ലോകങ്ങളൂടെ മതി. അപ്പം നമ്മൾ 10 ക്ലാസ്സുകളൂടെ കഴിഞ്ഞാൽ 10ഓ 12ഓ ക്ലാസ്സും കൂടെ കൊണ്ട് സൗന്ദര്യലഹരി തീരാറാവും. അപ്പം നമ്മൾ ആദ്യം മുതൽ എല്ലാവരും ഒന്ന് ചൊല്ലി വായിച്ചു വരിക. നമുക്കിനി അടുത്ത ക്ലാസ്സുകളെങ്കിലും ഒന്ന് ചൊല്ലി നോക്കണം, എല്ലാ ശ്ലോകങ്ങളും ഒന്ന് ചൊല്ലി നോക്കണം. തീരുന്നതിന് മുൻപ് 1, 2, 3 തവണ ചൊല്ലിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പഠിച്ചതൊരു ഓർമ്മയുണ്ടോ, അർത്ഥം അറിഞ്ഞിട്ടുണ്ടോ, അർത്ഥം അറിയാതെ ഏതെങ്കിലും ശ്ലോകം ഉണ്ടെങ്കിൽ ആ അർത്ഥം നമുക്കൊന്ന് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ചിന്തിച്ചു നോക്കാം. തെറ്റില്ലാതെ ചൊല്ലാനും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പഠിക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ എല്ലാവരും വായിച്ചു വരിക. അടുത്ത ക്ലാസ്സുകളിൽ മുതൽ നമുക്കിനി ആദ്യം മുതലുള്ള ശ്ലോകങ്ങളും എല്ലാ ദിവസവും ഒരു 10 ശ്ലോകമെങ്കിലും വെച്ച് ചൊല്ലി നോക്കാം. മറ്റൊന്നും എനിക്ക് പറയാനില്ല. എനിക്കൊരു അഭിപ്രായം, നമ്മുടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷൻ്റെ. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചർച്ചകളും കാര്യങ്ങളും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരികയും ചെയ്യും, സംശയ നിവാരണം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയും നോക്കാം. അതുകൂടാതെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 90 ശ്ലോകങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തൊട്ട് തന്നെ റിവിഷൻ, മുമ്പ് ഉണ്ണികൃഷ്ണ സാറ് പറഞ്ഞതുപോലെ റിവിഷൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ അർത്ഥങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായും അപ്പം നമ്മുടെ മെയ് മാസത്തെ നമ്മുടെ ആചാര്യസ്വാമികളുടെ ജയന്തിയോടനുബന്ധിച്ച് തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് നടത്താൻ സാധിച്ചില്ല, പക്ഷേ ഇപ്രാവശ്യം അതിനുള്ള ഒരു സാഹചര്യം കൂടെ ഒത്തുവരുമെന്ന് കരുതുന്നു. ജയശങ്കര. സുരേഷ് ഏട്ടൻ. എന്തായാലും കേട്ടുകൊണ്ടിരുന്നു. അതുപോലെ ശ്ലോകങ്ങള് മനഃപ്പാഠമാക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ശ്രവിച്ചുകൊണ്ടിരുന്നു, ആ ഭക്തിയിൽ ലയിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ഇതുവരെ എല്ലാവരെയും ഇത് കേട്ട് അതുപോലെ തന്നെ ചൊല്ലാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഓരോരുത്തരും ആ താല്പര്യം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഗുരുനാഥൻ എന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് പകർന്നു തരുന്നു, അത് സ്വീകരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, ആചാര്യനെ പ്രത്യേകം നന്ദിയും സൂചിപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ ഇന്ന് അവസാനിപ്പിക്കാം. ശുഭരാത്രി. ജയശങ്കര. ജയകൃഷ്ണജി, ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. മറ്റൊന്നുമല്ല, മറ്റുള്ളവർക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കുക. പിന്നെ ആചാര്യസ്വാമികളുടെ ഈ ഇതിനെക്കുറിച്ച് ഒരുപാട് വെർഷൻസ് പലതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
ജയകൃഷ്ണനുള്ള മാക്സിമം യൂട്ടിലിറ്റി ഉപയോഗിച്ച് തന്നെ പറഞ്ഞു തരേണ്ടത് നല്ല രീതിയിലാകുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് വെർഷൻസ് പറയാം. ജയകൃഷ്ണജിയുടെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ നമുക്ക് അത് കേട്ടതിന് ശേഷം വേറെ പലരുടെ വെർഷൻസും വായിക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയും അതിലൂടെ തന്നെ പലരുടെ കടന്നു പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുകയും അതാണ് ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ജയകൃഷ്ണൻ എപ്പോഴും പറഞ്ഞു എന്താ എല്ലാം പഠിച്ചു വരുന്ന ആളാണ്, നമ്മളാരും എല്ലാവരും പഠിച്ചു വരും, പക്ഷേ എങ്കിൽ ജയകൃഷ്ണൻ ചെയ്യുന്നത് കാണിക്കുന്ന താല്പര്യമാണ് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചുപേരാണെങ്കിലും സ്ഥിരമായി കേൾക്കുകയും അതിനെക്കുറിച്ച് എന്നൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ നമ്മുടെ ഭാഗ്യം. പിന്നെ വേറെ കാര്യം എന്ന് പറയാനുള്ളത്, ഡിസംബർ 17 പരശുരാമ ജയന്തിയാണ്. അതൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വേറെ പൂജയിൽ ഓടി വന്ന് കയറിയ നേരത്തെ തട്ട് താമസിച്ചതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് പരശുരാമ ആകുമ്പോൾ നമുക്കറിയാം എന്താ കേരളം പിന്നെന്താ പരശുരാമൻ മഴൂർ നേടിയിരുന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ അർത്ഥതലങ്ങളൊക്കെ വേറെയാണ് നമുക്കറിയാമെങ്കിലും ക്ഷത്രിയരെയൊക്കെ കൊന്നൊഴുക്കി ഇവിടെ എന്താ കേരളം ഗവർണത്വം മുതൽ നമുക്ക് മഴൂറിന് കേരളം നേടിയെന്ന് പറയുന്നു. അത് ഒരു കഥ അല്ലെങ്കിൽ ഒരു ഇതായിരിക്കട്ടെ. അതിലുപരി പരശുരാമൻ എന്ന് പറയുന്ന ആ മഹാവിഷ്ണുവിന്റെ അംശാവതാരം ഭൂമിയിൽ അവതരിച്ച ഒരു ദിവസം പരശുരാമ ജയന്തി. തീർച്ചയായിട്ടും ആദി ശങ്കരാചാര്യ ഫൗണ്ടേഷൻ്റെ മെമ്പേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് ഓർമ്മിക്കേണ്ട ദിവസമാണ്. നമുക്കറിയാം പരശുരാമന്റെ നമ്മൾ രാമായണത്തിൽ തന്നെ ആദ്യം കാണുന്നുണ്ടല്ലേ, പരശുരാമൻ എന്ത് ചെയ്തു? പരശുരാമൻ ഇപ്പോഴും ചിരഞ്ജീവിയാണെന്നല്ലേ, അങ്ങനല്ലേ പറയുക അല്ലേ? പരശുരാമൻ ചിരഞ്ജീവിയാണെന്ന് പറയും. അദ്ദേഹം പിന്നെന്താ ശ്രീരാമനിലേക്ക് തൻ്റെ അംശത്തെ മുഴുക്കെ ആവേശിപ്പിച്ചതിന് ശേഷം തൻ്റെ യോഗവിദ്യയിലെല്ലാ തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കി ശ്രീരാമചന്ദ്രന് വൈഷ്ണവമായിരിക്കുന്ന ഭാഗത്തെങ്കിലെല്ലാം സമർപ്പിച്ചിട്ട് അദ്ദേഹം തപസ്സിനായി പോവുകയാണ്. അതായത് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒന്നാണ്, അതായത് ശിവഭക്തനായിരുന്ന പരശുരാമൻ മഹാവിഷ്ണുവിന്റെ വംശാവതാരമായിരിക്കുന്ന ശ്രീരാമനിലേക്ക് തൻ്റെ കഴിവുകളെയും തൻ്റെ ഭക്തിയും തൻ്റെ തപസ്സിന്റെ കഴിവുകളെല്ലാം ഭഗവാനിലേക്ക് സമർപ്പിച്ചിട്ട് തപസ്സിനായി പോവുകയാണ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ആചാര്യസ്വാമികളും ഇപ്പോഴും പറയുന്നത് തന്നെ, ഇപ്പം ജ്യോതിഷിയും ജ്യോതിഷരൊക്കെ പറഞ്ഞു തന്നെ അതെന്താണ്, ഏകമായിട്ടുള്ള ആ സത്യത്തിന്റെ പൊരുൾ തേടിയുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും. അല്ലെ, ഏകമായിട്ടുള്ള സത്യത്തിന്റെ പൊരുൾ തേടിയുള്ള യാത്ര. ആ യാത്രയിൽ വഴിക്ക് അവിടെ ഇവിടെ നിന്നൊക്കെ ചില മുത്തുകളും പവിഴങ്ങളും വെളിച്ചങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. നമുക്ക് ഒരു നിമിഷം നമുക്ക് ആ പരശുരാമ ജയന്തിയുടെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരശുരാമ നമുക്ക് തീർച്ചയായിട്ടും ആദിശങ്കര ഇന്ററാക്ഷനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ നമ്മൾ ഓർമ്മിക്കാറുണ്ട്. എന്തായാലും ഭാഗ്യവശാൽ എളുപ്പം അത് ഓർമ്മിച്ചപ്പോഴേക്കും ഇന്നാണല്ലോ എന്നുള്ള ഓർമ്മ വന്നു. അപ്പോൾ അത് ഒന്ന് ഓർമ്മിക്കുന്നു. അപ്പോൾ പരശുരാമന് ഭഗവാനിലെ മഹാവിഷ്ണുവില് തൻ്റെ ശക്തിയും തൻ്റെ തപസ്സും എല്ലാം ലയിപ്പിച്ചതിന് ശേഷം ചിരഞ്ജീവിയായി തപസ്സിലേക്ക് പോയി ഇപ്പോഴും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ പാദാരന്ധങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ഭഗവാന്റെ പാദാരന്ധങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ജഗദീശ്വരിയുടെ വാക്കുകൾ നമുക്ക് വളരെ മധുരമാകുന്നുണ്ട്. ചുറ്റും ചർച്ചകൾ വളരെ നല്ലതാണ്. ഇനിയും ഒരുപാട് മുന്നോട്ടേക്കാൻ കഴിയട്ടെ. അതിന് അമ്മ മൂകാംബിയെയും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ. ജയശങ്കര. എല്ലാവർക്കും ജഗദീശ്വരിയുടെ കാരുണ്യകടാക്ഷം ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. ലോകാസമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര.